പ്രിയപ്പെട്ടവരെ, റിപ്പോർട്ടർ ബ്രേക്കിംഗ്. ട്രെയിൻ റിസർവേഷൻ പട്ടിക ഇനി നേരത്തെ അറിയാം. റിസർവേഷൻ പട്ടിക 24 മണിക്കൂർ മുമ്പ് പ്രസിദ്ധീകരിക്കാൻ ഒരുങ്ങുകയാണ് റെയിൽവേ. യാത്രക്കാരുടെ ബുദ്ധിമുട്ട് പരിഗണിച്ചാണ് തീരുമാനം. നിലവിൽ യാത്രയ്ക്ക് 4 മണിക്കൂർ മുമ്പാണ് ചാർട്ട് പ്രസിദ്ധീകരിക്കുന്നത്. സുനിഷ അയ്യലൂരുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സുനിഷ അയ്യലൂർ, 24 മണിക്കൂർ മുമ്പ് ചാർട്ട് പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ഒരുപക്ഷെ ബാക്കിയുള്ള സീറ്റുകളുടെ വേക്കൻസി പോലും അതിനുശേഷം നമുക്കറിയാൻ കഴിയും എന്നുള്ളതാണ് ഒരു കാര്യം. അവസാന നിമിഷം വെയിറ്റിംഗ് ലിസ്റ്റ് ആയി പോകുമോ എന്ന് ആശങ്കപ്പെട്ടിരിക്കുന്നവർക്കും 24 മണിക്കൂർ മുമ്പ് ചാർട്ട് പ്രസിദ്ധീകരിക്കുന്നത് ഗുണം ചെയ്യുമെന്ന് കരുതുന്നു. എപ്പോഴത്തേക്കാണ് ഈ ചാർട്ടിലെ ഈ സമയമാറ്റം ഉണ്ടാവുക? സുനിഷ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺ. ഒരുപക്ഷെ ഈ ട്രെയിനിലേക്ക് യാത്ര ചെയ്യുന്ന ആളുകൾക്കായിരിക്കും ഇത് ഏറ്റവും അധികം വലിയ ബുദ്ധിമുട്ടായി മാറുന്നത്. കാരണം നമ്മളൊക്കെ ഈ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ വെയിറ്റിംഗ് ലിസ്റ്റിലായിരിക്കും. അപ്പോൾ ഈ 4 മണിക്കൂർ മുന്നേ, ട്രെയിൻ എടുക്കുന്നതിന് 4 മണിക്കൂർ മുന്നേ മാത്രമാണ് നമ്മളൊന്ന് കൺഫേം ആയിട്ടുണ്ടോ, നമുക്ക് ടിക്കറ്റ് ഉണ്ടോ, സീറ്റ് ഉണ്ടോ എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരികയുള്ളൂ. പക്ഷേ ആ ബുദ്ധിമുട്ട് പരിഗണിച്ചുകൊണ്ടാണ് നിലവിലിപ്പോൾ ഈ റെയിൽവേ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. അതായത് സാധാരണ രീതിയിൽ 4 മണിക്കൂർ മുന്നേ ഈ ചാർട്ട് തയ്യാറാക്കുന്നതിന് പകരം ഒരു 24 മണിക്കൂർ മുന്നേ, ഒരു ദിവസം മുന്നേ തന്നെ ഈ ചാർട്ട് പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഗുണമെന്ന് പറയുന്നത് വെയിറ്റിംഗ് ലിസ്റ്റിൽ നിന്ന് നമ്മൾക്ക് സീറ്റ് ലഭിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയും. മറ്റു മാർഗ്ഗങ്ങൾ തേടാമെന്നുള്ളതാണ്. പലപ്പോഴും ഈ 4 മണിക്കൂർ സമയത്തേക്ക് വെച്ച് നമ്മൾ ഈ മറ്റു മാർഗ്ഗങ്ങളൊന്നും തേടാറില്ല. അല്ലെങ്കിൽ ബസ്സിനെങ്കിലും ടിക്കറ്റ് എടുക്കാമായിരുന്നു എന്നൊക്കെ ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള സന്ദർഭങ്ങൾ ഒഴിവാക്കാൻ കഴിയുമെന്നത് തന്നെയാണ് അരുൺ ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും റെയിൽവേ ആ തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ എപ്പോൾ മുതൽ നടപ്പാക്കണം എന്നുള്ളതാണ്. രാജസ്ഥാനിൽ ഇങ്ങനെ ഒരു ചെറിയ രീതിയിൽ നടപ്പാക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ നല്ല രീതിയിൽ തന്നെ അതിന് ഈ നല്ല രീതിയിലുള്ള അഭിപ്രായങ്ങളും വരുന്നുണ്ട്. പക്ഷെ എങ്ങനെ മുഴുവനായും രാജ്യത്താകമാനം ഇതെങ്ങനെ നടപ്പിലാക്കാം എന്നുള്ളൊരു ആലോചനയിലേക്ക് കടന്നിരിക്കുകയാണ്. അതായത് 24 മണിക്കൂർ മുന്നേ ഇങ്ങനെ ഒരു പട്ടിക പ്രസിദ്ധീകരിക്കുമ്പോൾ പിന്നീട് ഒരാൾ ഈ ടിക്കറ്റ് റദ്ദാക്കുകയാണെങ്കിൽ ഈ വെയിറ്റിംഗ് ലിസ്റ്റിലുള്ളവർക്ക് വീണ്ടും ടിക്കറ്റ് കിട്ടുമോ, ടിക്കറ്റ് കൺഫേം ആകുന്ന തരത്തിലേക്ക് എങ്ങനെ ക്രമീകരിക്കാം? അങ്ങനെയാണെങ്കിൽ വീണ്ടും ചാർട്ട് പുതുക്കേണ്ടി വരും. അങ്ങനെ പുതുക്കുന്ന രീതിയിലേക്ക് മാറ്റാൻ കഴിയുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദമായി തന്നെ റെയിൽവേ പരിശോധിക്കുന്നുണ്ട്. പക്ഷേ ഏതായാലും 24 മണിക്കൂർ മുന്നേ തന്നെ ഈ ചാർട്ട് പ്രിപ്പയർ ചെയ്യുന്നുള്ള ഒരു കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ട്. ഉടൻ തന്നെ അത് പ്രതീക്ഷിക്കാം അരുൺ. ഓക്കെ, താങ്ക് യു സുനിഷയാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ റെയിൽ യാത്രികരെ, നിങ്ങൾക്കുള്ളൊരു സന്തോഷ വാർത്ത. 24 മണിക്കൂർ മുമ്പ് നിങ്ങൾക്ക് റിസർവേഷൻ ചാർട്ട് അറിയാൻ സാധിക്കും. വെയിറ്റിംഗ് ലിസ്റ്റ് ആണോ, കൺഫേംഡ് ടിക്കറ്റ് ആണോ എന്നുള്ള കാര്യത്തിൽ ഇനി ആശങ്കപ്പെടേണ്ട. അവസാനത്തെ 4 മണിക്കൂർ വരെ ഇങ്ങനെ കുത്തി ഇരിക്കേണ്ട. കൺഫേം ആണെങ്കിൽ 24 മണിക്കൂർ മുമ്പ് തന്നെ കൺഫേം ആകും. ഇനി അതിനുശേഷമുള്ള ടിക്കറ്റ് നമുക്ക് അതല്ലാതെയും എടുക്കാവുന്നതാണ്. ഇപ്പോൾ കൺഫർമേഷൻ വന്നതിന് ശേഷം, ചാർട്ട് പ്രിപ്പയർ ചെയ്തതിന് ശേഷമുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിന് തടസ്സമില്ല എന്നുകൂടി പ്രേക്ഷകരെ അറിയിക്കട്ടെ.